നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗാലക്സി റിക്രിയേഷൻ ക്ലബ്ബും തൃശൂർ അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടത്തി. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ ആഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഉച്ചാൽ ദിനം ബുധനാഴ്ച. കനകമല കലയടം ശ്രീ മഹാദേവ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുന്നു. പവന് 2120 രൂപ വർദ്ധിച്ച് 1,14,840 രൂപയായി. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. UDF ചെയർമാൻ KL ജോസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റുമാരായ ഷാജു കാളിയങ്കര, അനിൽ കുനിയത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, VK വേലുക്കുട്ടി, ജസ്റ്റിൻ ആറ്റുപുറം, ലൂവിസ് പൊന്തോക്കൻ എന്നിവർ പ്രസംഗിച്ചു. DCC സെക്രട്ടറിയായി നിയമിതനായ KM ബാബുരാജിന് സ്വീകരണം നൽകി. വരന്തരപ്പള്ളി ഗാലക്സി റിക്രിയേഷൻ ക്ലബ്ബും തൃശൂർ അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടത്തി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉദ്ഘാടനം ചെയ്തു. ഗാലക്സി ക്ലബ്ബ് പ്രസിഡന്റ് ഔസഫ് ചേരടായി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KS ജിഷാദ്, പഞ്ചായത്ത് അംഗം ബിന്ദു പ്രിയൻ, ക്ലബ്ബ് സെക്രട്ടറി കൃഷ്ണൻ കുർവത്ത്, ക്ലബ്ബ് ട്രഷറർ PK പീറ്റർ എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് നമ്മള് ദൈനംദിന ജീവിതത്തില് ഒരുപാട് പേര് നമ്മൾ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടു നടക്കുന്ന ആളുകളാണ്. ടൂറ് പോലെയുള്ള പ്രോഗ്രാമുകൾ. അപ്പൊ അവര് എന്ത് വേണം, നമുക്ക് കണ്ണിന്റെ കാഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് എന്ത് സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ഒരുപാട് പേർക്ക് കണ്ണിനായാലും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സൗജന്യ ക്യാമ്പ് നടത്തുന്നത് മൂലം ആൾക്കാർക്ക് വന്ന് സൗജന്യമായിട്ടുള്ള നേത്രപരിശോധനയും പിന്നെ തുടർന്നുള്ള ചികിത്സകൾക്ക് വേണ്ടി അവരുടെ മാർഗനിർദ്ദേശങ്ങൾ തേടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. എന്നെ അതിലേക്ക് ഉദ്ഘാടനത്തിന് ക്ഷണിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും നമ്മുടെ പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും അതിനൊരു ഗുണം കിട്ടണം. തന്നെയല്ല, ഏറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങളും ഇവിടെ നമ്മൾ തന്നുമായിട്ടുള്ള ഒരു ക്യാമ്പാണെങ്കിൽ പോലും ഇതിൽ ബ്ലഡ് ഷുഗർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഡോക്ടറിനെ കുറിച്ച് കൃത്യമായിട്ട് ചുരുങ്ങിയ വാക്കുകൾ പറയും. ദീർഘിപ്പിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഏറ്റവും നല്ലൊരു ക്യാമ്പായി മാറട്ടെ എന്ന ആശംസയോടൊപ്പം തന്നെ ഗാലക്സി ക്ലബ്ബ് വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ പുതിയ മേഖലയിലേക്കും അതുപോലെ ഒരു ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നു എന്ന് കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ്. ഈ സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള ഒരു ശക്തിയായി മാറുന്നതിന് കഴിവുള്ള ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബായി ഈ ഗാലക്സി ക്ലബ്ബ് മാറി. അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളെ ഒരു ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കുള്ള ഒരു തുടക്കം കുറിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലെ ഒരു നല്ലൊരു ക്ലബ്ബ്, ഇപ്പോൾ നമ്മുടെ മുമ്പ് പറഞ്ഞ ദിനേട്ടൻ പറഞ്ഞതുപോലെ ഒരു മാതൃകയാകാവുന്ന ഒരു ക്ലബ്ബാണ് ഗാലക്സി ക്ലബ്ബ്. വരും കാലങ്ങളിൽ ഇതുപോലുള്ള നല്ല നല്ല ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഒരു ദൈനംദിന ജീവിത രോഗങ്ങളെ നിർണ്ണയം അങ്ങനത്തെ മുതലായ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് നമ്മുടെ ഈ ഒരു സമൂഹത്തിന് നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹമായി മാറ്റാൻ ഈ ഗാലക്സി ക്ലബിന് സാധിക്കും. അപ്പോൾ ചാരിറ്റി എന്ന ഇതിലോട്ട് കടക്കുമ്പോൾ അതിൽ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പഞ്ചായത്തുമായി സഹകരിച്ചും അതുപോലെ ക്ലബ്ബുമായി സഹകരിച്ചും എല്ലാം ചെയ്യാവും. അതിനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഒരു നല്ലൊരു സംഘാടക സമിതിയും ഇവിടെ. അപ്പോൾ നമ്മൾ ആയുർവേദവും ഹോമിയോയും നാച്ചുറോപ്പതിയും എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാത്തിനും നല്ല വശങ്ങൾ എടുത്തുകൊണ്ടാണ് ഡയറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഫ്രീ ആയിട്ട് ഡയറ്റ് പറഞ്ഞു തരാം.
പിന്നെ ഫാറ്റ് അനലൈസർ മെഷീൻ ഉണ്ട്. അതായത് നമ്മുടെ ഓർഗൻസിൽ, അവയവങ്ങളിൽ ഫാറ്റ്, അതായത് കെട്ടി കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഫാറ്റ് ഉണ്ടോ, ഓർഗൻസിൽ ഫാറ്റ് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളൊരു മെഷീനാണത്. അതൊരു 90% ആക്യുറേറ്റ് ആണ്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അബ്ഡോമൻ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. ജനങ്ങളിലേക്ക് ഇറങ്ങി ഒരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു ധാരണ, ഒരു എന്താ പറയുക കള്ളുകൂടി, ചീട്ടുകളി അങ്ങനെയുള്ളൊരു സങ്കേതമായിട്ടുള്ളതാണ് പൊതുവായിട്ട് ധാരണയുണ്ടാകാൻ സാധ്യത. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ക്ലബ്ബ് സാമൂഹിക കാര്യങ്ങളിൽ അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇറങ്ങുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്ന ഈ അഹല്യ ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന നേത്ര രോഗനിർണയവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചികിത്സാ രീതി. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ ആഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30 സാംസ്കാരിക സന്ധ്യ നടക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിങ്കളാഴ്ച രാവിലെ 5 ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നൃത്തനൃത്യങ്ങൾ, തുടർന്ന് വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. ചൊവ്വാഴ്ച രാവിലെ 5 ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് 7 ഗാനമേള എന്നിവയാണ് പരിപാടികൾ. ഉച്ചാൽ ദിനമായ ബുധനാഴ്ച രാവിലെ 9 ശീവേലി മേളം, 11 മുതൽ പ്രസാദ ഊട്ട്, കാഴ്ച ശീവേലി, പല്ലാവൂർ ശ്രീധരന്മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം, വൈകിട്ട് 5 കൂട്ടി എഴുന്നള്ളിപ്പ്, കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ മേളം, 6:30 ദീപാരാധന, ശേഷം നാട്യതരംഗം, നൃത്തനൃത്യങ്ങൾ, തായമ്പക, പുലർച്ചെ 2 എഴുന്നള്ളിപ്പ്, 3 ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം, 5 കൂട്ടി എഴുന്നള്ളിപ്പ്, 6 കളമെഴുത്ത്, തുടർന്ന് വേലവരവ് ചടങ്ങുകൾ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗം മുരളി അരങ്ങത്ത്, സെക്രട്ടറി കലാസാഗരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി പി രതീഷ് എന്നിവർ പങ്കെടുത്തു. ശ്രീ കുണ്ടുക്കാവ് ക്ഷേത്രത്തിലെ 2026 28 ചാൽ മഹോത്സവം ഫെബ്രുവരി മാസം 8, 9, 10, 11 തീയതികളിലായിട്ട് അതിവിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. 8-ാം തീയതിയിലെ സാംസ്കാരിക സദ്യയോടുകൂടിയാണ് 28 ആഘോഷം ആരംഭിക്കുന്നത്. അന്നത്തെ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രസിദ്ധ സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ്. പഞ്ചായത്തിലെ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗവതി ചന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. അന്നത്തെ യോഗത്തിൽ പുതുക്കാട് പള്ളിയിലെ ലോറൻസ് ഫാദർ, ലാസർ അച്ഛൻ പങ്കെടുക്കും. പിന്നെ നമ്മുടെ 1-ാം വാർഡിലെ മെമ്പർ രാകേഷും പങ്കെടുക്കും. അന്ന് പ്രധാനമായിട്ടുള്ളത് കോട്ടയം സ്നേഹക്കൂടിനെ നടത്തിപ്പുകാരായ നിഷ അനുരാജനെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സാമൂഹികം പാട്ടുപാടി വൈറലായ വിൽസനെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുഴുവൻ ബൈക്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച പവന VSനെയും അന്ന് ആദരിക്കുന്നു. പിന്നെ 2 കുട്ടികൾ നമ്മുടെ സ്കൂളിലെ കേരള ശാസ്ത്ര മേളയിൽ A ഗ്രേഡ് കിട്ടിയ 2 കുട്ടികളെയും, നിമിഷ സുരേഷ്, സൂര്യകുമാർ സൂരാകരനെയും ആദരിക്കുന്നുണ്ട്. അതിന് തുടർന്ന് അന്നത്തെ ദിവസം തിരുവാതിരക്കളി, ശേഷം പതിവിൽ വിട്ട് 1 ദിവസം കൂടുതൽ കൂട്ടി 4 ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതിൽ ആദ്യത്തെ ദിവസം സാംസ്കാരിക സന്ധ്യ, അതിൽ വയസ്സായ ഒരു അനാഥ മന്ദിരമല്ല, സ്നേഹക്കൂട് എന്ന് പറയുന്ന അവരുടെ മധുരം വയോജനം എന്ന പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. രണ്ടാം ദിവസം പ്രദേശവാസികളായിട്ടുള്ള കുട്ടികളുടെ കലാപരിപാടികൾ. 3-ാം ദിവസം തലേ ദിവസം ഗാനമേളയാണ്. ഗാനമേള കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേള. വളരെ ഗംഭീരമായും മനോഹരമായിട്ടും നടത്താറുള്ള ഉച്ചാലാഘോഷങ്ങൾക്ക് ഇത്തവണയും ദേശക്കാർ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട
കേരളത്തിലെ പ്രധാനപ്പെട്ട ആനകളെയും വാദ്യക്കാരെയും മികവുറ്റ കലാകാരന്മാരെ, താളവാദ്യമേള കലാകാരന്മാരെ എല്ലാം അണിനിർത്തിക്കൊണ്ട് ഉച്ചാല് ഗംഭീരമാക്കാൻ എല്ലാ ദേശക്കാരും ദേവസ്വത്തോട് ഒത്തുചേർന്ന് തടയും നിൽക്കുകയാണ്. ഈ മഹനീയമായ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും സാദരം ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. കനകമല കലയടം ശ്രീ മഹാദേവ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 വരെ പ്രത്യേക പൂജകൾ, പ്രധാന ഉത്സവ ദിനമായ 15-ന് കാഴ്ച ശീവേലി, സ്വർണ്ണക്കുടം എഴുന്നള്ളിപ്പ്, തായമ്പക, വിളക്കിനെഴുന്നള്ളിപ്പ്, പള്ളിവേട്ട, ഫെബ്രുവരി 25-ന് ആറാട്ട് എന്നിവയാണ് പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മോഹനൻ കുണ്ടോളി, വൈസ് പ്രസിഡന്റ് ജയൻ പണ്ടാരപ്പറമ്പിൽ, KB വിഷ്ണു എന്നിവർ പങ്കെടുത്തു. അതിപുരാതനമായ കലയടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച കുംഭം 3-ന് വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. ഫെബ്രുവരി 8 ഞായറാഴ്ച രാവിലെ 9:30-ന് കൊടിയേറ്റത്തോടുകൂടി ഉത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. 2026 ഫെബ്രുവരി 13 വെള്ളിയാഴ്ച മേച്ചിറ, മിനിനഗർ, കനകമല ദേശങ്ങളിൽ നിന്നുള്ള തണ്ടിക വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ഫെബ്രുവരി 14 ശനിയാഴ്ച ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, തുടർന്ന് പ്രാസാദ ശുദ്ധി. ഉത്സവ ദിവസമായ ഫെബ്രുവരി 15 ഞായറാഴ്ച നിർമാല്യ ദർശനം, ഗണപതി ഹോമം, പഞ്ചവിംശതി, രുദ്രാഭിഷേകം, ശിവപുരാണ പാരായണം എന്നീ ചടങ്ങുകൾ നടക്കുന്നു. ഉത്സവ ദിവസമായ ഫെബ്രുവരി 15-ന് രാവിലെ 9 മണിക്ക് ശിവേലി. ഗജവീരൻ പാറമേക്കാവ് അയ്യപ്പൻ ഭഗവാന്റെ തിടമ്പേറ്റുന്നു. മേളം സർവശ്രീ കൊടകര ഉണ്ണി അവറുകളാണ് നയിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാഴ്ച ശിവേലി. വൈകിട്ട് 7 മണിക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, സഹസ്രനാമാർച്ചന, ചന്ദനം ചാർത്ത്, അത്താഴപൂജ. 7:30-ന് തിരുവാതിരക്കളി. 8:30-ന് തെക്കുമുറി ദേശത്തിന്റെ താലിവരവ് എത്തിച്ചേരുന്നു ക്ഷേത്രാങ്കണത്തില്. 9 മണി മുതൽ 12 മണി വരെ വിളക്കെഴുന്നള്ളിപ്പ്. 12 മണിക്ക് ശേഷം പിതൃബലി തർപ്പണത്തിനുള്ള വിപുലമായ സൗകര്യം ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികൾ നേതൃത്വം നൽകുന്നു. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. 15-ാം തീയതിയാണ് ഉത്സവം നടക്കുന്നത്. ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ആവശ്യാനുസരണം CNG ഇന്ധനം ലഭ്യമാക്കുന്നതിന് CNG ഇന്ധനം വിതരണം ചെയ്യുന്ന ലൈസൻസ് ഉള്ള പമ്പുകളിൽ പൈപ്പ് മാർഗം ഇത് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം. പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ AITUC പുതുക്കാട് സെക്രട്ടറി NU മോഹൻദാസാണ് നിവേദനം നൽകിയത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ CNG ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്നും പറപ്പൂക്കര പഞ്ചായത്തിൽ നന്ദിക്കരയിലും കൊളത്തൂരും ഉള്ള പമ്പുകളിൽ മാത്രമാണ് ഇപ്പോൾ CNG ഇന്ധനം ലഭിക്കുന്നതെന്നും നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൈപ്പ് ലൈൻ ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങളിൽ എത്തിക്കുന്ന ഇന്ധനം പെട്ടെന്ന് തന്നെ വിറ്റുപോകുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും 2 പമ്പുകളിലേക്ക് പൈപ്പ് മാർഗം CNG ഇന്ധനം എത്തിക്കുന്നതിനുള്ള പണികൾ നടക്കുന്നുണ്ടെങ്കിലും വളരെ സാവധാനമാണ് പണികൾ നടക്കുന്നതെന്നും കളക്ടർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. CNG ഇന്ധനം ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് ഈ 2 പമ്പുകളിൽ നിന്നും ഇന്ധനം കിട്ടുന്നതിന് ഏറെ നേരം കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നും അല്ലെങ്കിൽ ദൂരെയുള്ള പമ്പുകളിൽ പോയി ഇന്ധനം നിറയ്ക്കേണ്ട സ്ഥിതിയാണെന്നും നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കുന്നതിന് കളക്ടർ ഇടപെടണമെന്നും ഇന്ധനം എത്തിക്കുന്നതിനുള്ള പൈപ്പിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും നിവേദനത്തിൽ മോഹൻദാസ് ആവശ്യപ്പെട്ടു. ചാലക്കുടി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്കൃത വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കോടാലിയിലുള്ള ടർഫിൽ നടന്ന ടൂർണമെന്റ് മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഉപജില്ലാ സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി ED ശശി അധ്യക്ഷത വഹിച്ചു. വിവേക് കളരിക്കൽ, ഡോക്ടർ G നിതീഷ് ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൂർണമെന്റിൽ UP വിഭാഗത്തിൽ കോട്ടാറ്റ് സെന്റ് ആന്റണീസ് സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളും ചാമ്പ്യന്മാരായി. മറ്റത്തൂർ ശ്രീകൃഷ്ണ, ചെമ്പുച്ചിറ GHS ടീമുകൾ യഥാക്രമം UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ റണ്ണേഴ്സപ്പായി. വിജയികൾക്ക് കൗൺസിൽ സെക്രട്ടറി ED ശശി ട്രോഫികൾ സമ്മാനിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ഭിന്നശേഷി വയോജന ഗ്രാമസഭ പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സിനി ബൈജു, ലിറ്റി മേജോ, പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, കെ ഹരിദാസ്, VK വിനീഷ്, സാഹിത്യ മുരളി, K വിജീഷ് കുമാർ, സുമ ഉണ്ണികൃഷ്ണൻ, ഷൈനി സിജോ, സെക്രട്ടറി സുഭാഷ്, ICDS സൂപ്പർവൈസർ പ്രതിഭ എന്നിവർ സന്നിഹിതരായി. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ 73 പദ്ധതികളുടെ സമർപ്പണം ഫെബ്രുവരി 25 വരെ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ നിയോജക മണ്ഡലമാണ് ഒല്ലൂർ. ഇതിൽ പല പദ്ധതികളും ഇതിനകം തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ ജനങ്ങൾക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. മണ്ണൂത്തി മുതൽ ഒല്ലൂർ റെയിൽവേ ഗേറ്റ് വരെ നീളുന്ന പഴയ ഒല്ലൂർ മണ്ണൂത്തി റോഡ് 7 മീറ്ററാക്കി വികസിപ്പിച്ചത് ഇതിനകം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. എന്നാൽ ഇപ്പോൾ പണി പൂർത്തിയായിരിക്കുന്ന 13 റോഡുകളുടെ ഉദ്ഘാടനം, ഒല്ലൂരിലെ 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, പാചകപ്പുരകളുടെ ഉദ്ഘാടനം, അങ്കണവാടി കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, PGITI കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം, ഒല്ലൂർ, പട്ടിക്കാട്, പീച്ചി, പുത്തൂർ സ്കൂൾ സ്റ്റേഡിയങ്ങളുടെ ഉദ്ഘാടനം, എരവിമംഗലം ആർട്ട് ഗാലറി, ചിയാരം വർക്കിംഗ് സ്ട്രീറ്റ്, ഒല്ലൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിട ഉദ്ഘാടനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. പണി പൂർത്തിയായ 60 റോഡുകളുടെ ഉദ്ഘാടനവും, ഒളകര ആനക്കുടി കാട്ടിലൂടെയുള്ള റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും, ഒരപ്പൻകെട്ട് ടൂറിസത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ 1ാം ഘട്ട ഉദ്ഘാടനം, 58 ഹൈമാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനവും നടക്കും. ഇതിൽ ഉൾപ്പെടാതെ അംഗീകാരം ലഭിച്ച മറ്റു പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനങ്ങൾ, സുകുമാർ അഴീക്കോട് സ്മാരകത്തിന് അനുഭവിച്ച ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം, പുത്തൂർ ബസ് സ്റ്റാൻഡ്, ഒല്ലൂർ ജംഗ്ഷൻ വികസന പ്രവർത്തനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര വിതരണം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനുള്ള കാരണം, നാളെ മുതൽ നമ്മളൊരു 25 വരെ നീണ്ടു നിൽക്കുന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ ഒരു വികസനോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. നാളെ മുതൽ ആരംഭിച്ച് 26 വരെ നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു വികസനോത്സവത്തിന്റെ 22-ാം തീയതി വരെയുള്ള പരിപാടികൾ തയ്യാറായി കഴിഞ്ഞു. 22-ാം തീയതി വരെയുള്ള പരിപാടികളിൽ 26 വരെ വികസനോത്സവം ഉണ്ടെങ്കിലും 22 വരെയുള്ള പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. കുറേ പ്രവർത്തനങ്ങൾ, നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന്റെ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ വരാത്തത് കൊണ്ട് 22 മുതൽ തുടങ്ങുന്ന 23 മുതൽ തുടങ്ങുന്ന പരിപാടികൾ പിന്നീടായിരിക്കും തയ്യാറാക്കുക. നിലവിൽ നാളെ മുതൽ നമ്മൾ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അതിൻ്റെ ഭാഗമായി 61 പുതിയ പദ്ധതികളുടെ 61 നിലവിലുള്ള പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനവും 12 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് നമ്മൾ നിർവഹിക്കുന്നത്. വിവിധ സർക്കാർ ഫണ്ടുകൾ, MLA ഫണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രാദേശിക റോഡ് പുനരുദ്ധാരണ ഫണ്ട്, കിഫ്ബി ഫണ്ട്, നവകേരള സദസ്സിലൂടെ ലഭ്യമായിട്ടുള്ള പണം, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ 73 പദ്ധതികളും നടപ്പിലാക്കപ്പെടുന്നത്. ഈ 73 പൂർത്തീകരണ നിർമ്മാണോദ്ഘാടനങ്ങൾക്ക് പുറമെ 58 മിനി ഹൈമാസ് ലൈറ്റുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ തന്നെ ഏതാണ്ട് 133ഓളം ഉദ്ഘാടനങ്ങൾ ഈ വരുന്ന ദിവസങ്ങൾക്കകത്ത് നമ്മൾ പൂർത്തീകരിക്കും. കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു പെരുമഴ തന്നെ നമുക്ക് ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കാണാൻ കഴിയും എന്ന് മാത്രമല്ല, ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു നിയോജക മണ്ഡലമായി ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ വളർന്നുവരുന്ന വിദ്യാർത്ഥി സമൂഹം ദിശാബോധം നഷ്ടപ്പെടാതെ ലക്ഷ്യത്തിലെത്തുവാൻ പരിശ്രമിക്കണമെന്ന് മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. AI സാങ്കേതിക വിദ്യയുടെ കാലത്ത് യുവജനങ്ങൾ കൂടുതൽ തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോലഴി നാരായണ സ്ട്രീറ്റിലെ കുമരഞ്ചിറ മഠത്തിൽ KN നാരായണന്റെ മകൾ ദേവിക N കർത്തായെ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ അനുമോദിക്കുന്ന ചടങ്ങ് കോലഴിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദരണീയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S അജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ
മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, വൈസ് പ്രസിഡന്റ് സുമിത ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കോലഴി, സനിത സന്തോഷ്, CO റപ്പായി, SC ബിജു, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് MR രവീന്ദ്രൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി NR സതീശൻ, മണ്ഡലം പ്രസിഡന്റ് ഹരി നമ്പലാട്ട്, ഐസക്, CC ഡേവി, ജരാർദ് കൊക്കൻ, രാമചന്ദ്രൻ പുതൂർക്കര, സുരേഷ് കോലഴി, ലിൻസൺ തിരൂർ, ഷീബ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വന്നവരെ പറ്റി പറയാൻ തുടങ്ങിയാൽ അവസാനിക്കില്ല. ഓരോരുത്തരും കാര്യങ്ങൾ പറയാൻ പോയാൽ എല്ലാവരും നമ്മുടെ നല്ല അടുപ്പുള്ളവരും കഴിവുള്ളവരും ഈ പ്രദേശത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആളുകളാണ്. അതൊക്കെ ഒരു സുഹൃത്ത് സമ്മേളനം എന്നതിലുപരി കോലഴിയുടെ കൂടി സ്വീകരണമായിട്ട് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പാസ്സായാലും എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനെപ്പോഴും എംപ്ലോയ്മെൻറ്റിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇന്നും പറയുമായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുമായിരുന്നു. ഞാൻ അതിനൊക്കെ ഭയങ്കര റിബലായിട്ട് ഞാൻ എംപ്ലോയ്മെൻറ്റ് എടുക്കുള്ളൂ, ഞാൻ പ്രാക്ടീസ് ചെയ്യില്ല. കാരണം എനിക്ക് അത്രയും പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ സാറ് GB സുകുമാർ സാറോട് ഇരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പോയിരുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുന്നു. പവന് 2120 രൂപ വർദ്ധിച്ച് 1,14,840 രൂപയും ഗ്രാമിന് 265 രൂപ വർദ്ധിച്ച് 14,355 രൂപയുമായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പവന് 1,12,720 രൂപയായിരുന്ന സ്വർണ്ണവിലയാണ് ഒറ്റയടിക്ക് കുതിച്ചത്. വെള്ളിവിലയിലും വർധനവ് തന്നെയാണ് സംഭവിച്ചത്. 1 ഗ്രാം വെള്ളിക്ക് 5 രൂപ ഉയർന്ന് 285 രൂപയിലേക്കും 1 കിലോ വെള്ളിക്ക് 5,000 രൂപ ഉയർന്ന് 2,85,000 രൂപയിലേക്കും വിലയെത്തി. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളും രൂപയുടെ മൂല്യത്തിലും ഉണ്ടാവുന്ന ചാഞ്ചാട്ടവുമാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച ബോഡി ബിൽഡിംഗ് വുമൺ ഫിസിക് ഓപ്പൺ ക്ലാസ് മത്സരത്തിൽ 3 മുറി സ്വദേശിനി ഗാഥ കൃഷ്ണൻ ടൈറ്റിൽ വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 3 മുറിയിലെ ടീം പവർ ഹൗസിനെ പ്രതിനിധീകരിച്ചാണ് ഗാഥ മത്സരിച്ചത്. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്റർ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റ് ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ ജിൻസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ ബൈജു വർഗീസ്, കേരള നാഷണൽ ടീം മുൻ ക്യാപ്റ്റൻ ലയണൽ തോമസ്, സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ അബി ജെ പൊന്മാണിശ്ശേരി, PTA പ്രസിഡന്റ് KP ഷാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിലെ തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിങ്സ്റ്റൺ ഒലക്കേങ്കൽ കാർമ്മികനാകും. ഫാദർ മനീഷ് മുണ്ടുപ്ലാക്കൽ സഹകാർമ്മികനാകും. ഫാദർ ടോമി പുളിദാനം തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 വിശുദ്ധ കുർബാന, തിരുനാൾ പ്രദർശനം, വർണ്ണ കാഴ്ചകൾ എന്നിവ നടക്കും. തോട്ടം തൊഴിലാളി ഫെഡറേഷൻ INTUC ജില്ലാ പ്രതിനിധി സമ്മേളനം ഞായർ രാവിലെ 10:30 തൃശൂർ K കരുണാകരൻ സ്മാരക ഹാളിൽ നടത്തും. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PJ ജോയ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് PT വിനയൻ അധ്യക്ഷത വഹിക്കും. ബ്ലഡ് ക്യാൻസർ ബാധിതനായ 10ാം ക്ലാസ് വിദ്യാർത്ഥി മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സാ സഹായം തേടുന്നു. പുതുക്കാട് തെക്കേത്തുറവ് നടക്കലാൻ ജോയ് മിജി ദമ്പതികളുടെ മകൻ ഡിയോൺ ജോയ് ആണ് കുഞ്ഞു പ്രായത്തിൽ തന്നെ ദുരിതം നേരിടുന്നത്. കുരിയച്ചിറ സെന്റ് ജോസഫ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഡിയോൺ. ബ്ലഡ് ക്യാൻസർ ബാധിച്ച് 2025 ജൂൺ മാസം മുതൽ വെല്ലൂർ CMC മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇപ്പോൾ അടിയന്തിരമായി മജ്ജ മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതുവരെ ചികിത്സയ്ക്കായി ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവ് വന്നു. മജ്ജ മാറ്റിവെക്കാനും തുടർ ചികിത്സയ്ക്കുമായി ഇനിയും 50 ലക്ഷം രൂപയോളം ചെലവ് വരും. ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടി KK രാമചന്ദ്രൻ MLA, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, തുറവ് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ക്രിസ്റ്റോൺ പെരുമാട്ടിൽ എന്നിവർ രക്ഷാധികാരികളായി ഡിയോൺ ജോയ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഡിയോണിന്റെ ചികിത്സാർത്ഥം സുമനസ്സുകൾക്ക് സഹായം എത്തിക്കാൻ SBIയുടെ തുറവ് ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 448861024995. IFSC കോഡ് SBIN 0008675. ഗൂഗിൾ പേ നമ്പറുകൾ
8547431917 7012838513 9895430404. വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ആക്രമണം നടത്തിയ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും കൂട്ടാളികളും പിടിയിൽ. പടിയൂർ വലൂപ്പറമ്പിൽ വീട്ടിൽ അരുൺ പോൾ, കൂട്ടാളികളായ പൊറത്തിശ്ശേരി സ്വദേശി അമ്പലത്തറ വീട്ടിൽ ജയേഷ്, പടിയൂർ വളവനങ്ങാടി സ്വദേശി കൊച്ചുപറമ്പത്ത് വീട്ടിൽ അജീഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ പടിയൂർ വളവനങ്ങാടി സ്വദേശി തൃഷ്ണത്ത് വീട്ടിൽ സുജിത്തിന്റെ വീടിന്റെ വരാന്തയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിലാണ് അറസ്റ്റ്. സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് സുജിത്തിന്റെ ഭാര്യ 21 വയസ്സുള്ള ശ്രീകുട്ടി, സുഹൃത്തായ പടിയൂർ തവളക്കുളം സ്വദേശി പണിക്ക വീട്ടിൽ 21 വയസ്സുള്ള നിഷാന്ത് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി CL ഷാജുവിന്റെ നേതൃത്വത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO ബൈജു KC, SIമാരായ സബീഷ്, ഫ്രാൻസിസ്, GSIമാരായ ധനേഷ്, മിനി, GSCPOമാരായ വിപിൻ, ശ്യാം, CPOമാരായ കൃഷ്ണദാസ്, അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇനി കാണാം ഇൻഫോടോക്ക്. ആരോഗ്യകരമായ ജീവിതത്തിന് വെള്ളം വളരെ പ്രധാനമാണ്. ജലത്തിന്റെ കുറവ് ശരീരത്തിൽ പല രോഗങ്ങൾക്കും കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്നത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാക്കുന്നു. ചൂടുവെള്ളം വയറ്റിലെ ദഹന എൻസൈമുകളെ സജീവമാക്കാൻ സഹായിക്കുന്നു. ഒഴിഞ്ഞ വയറ്റിൽ ഇത് കുടിക്കുന്നതിലൂടെ പ്രഭാത ഭക്ഷണം കൂടുതൽ കാര്യക്ഷമമായി വിഘടിപ്പിക്കാൻ ശരീരത്തെ സജ്ജമാക്കുന്നു. ഇത് അതിരാവിലെ അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് മലവിസർജനത്തിനുള്ള സ്വാധീനമാണ്. ചൂടുള്ള ദ്രാവകങ്ങൾ ദഹനനാളത്തിലൂടെ ഭക്ഷണം നീക്കുന്ന പേശികളുടെ സങ്കോചങ്ങളായ പെരിസ്റ്റാൾസിസിനെ ഉത്തേജിപ്പിക്കുമെന്നാണ് ജേണൽ ഓഫ് ന്യൂറോ ഗാസ്ട്രോ എൻട്രോളജി ആൻഡ് മോട്ടിലറിറ്റിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം സൂചിപ്പിക്കുന്നത്. വെള്ളത്തിൽ നിന്നുള്ള ചൂട് ധമനികളെയും സിരകളെയും വികസിപ്പിക്കാൻ സഹായിക്കുന്നു. മെച്ചപ്പെട്ട രക്തചംക്രമണം എന്നാൽ പേശികളും അവയവങ്ങളും കൂടുതൽ കാര്യക്ഷമമായി ഓക്സിജൻ സ്വീകരിക്കുന്നു എന്നാണ്. ഇടയ്ക്കിടെയുള്ള അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു. രാവിലെ ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ മികച്ചതാക്കുന്നു. ഇളം ചൂടുള്ള ചൂടുവെള്ളം കുടിക്കുന്നത് ആമാശയത്തെ നന്നായി വൃത്തിയാക്കുകയും ശരീരത്തിലെ വിഷാംശം നീക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ ഇളം ചൂടുള്ള വെള്ളം ശരീരത്തിന് സ്വാഭാവിക ഡിറ്റോക്സായി പ്രവർത്തിക്കുന്നു. ചൂടുവെള്ളം കുടിക്കുന്നത് ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കും. ചൂടുവെള്ളം അധിക കലോറി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നൈപുണ്യ വികസന പരിശീലന പരിപാടിയായ വൈജ്ഞാനികം പദ്ധതിയിൽ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനുമായി ചേർന്ന് അലങ്കാര മെഴുകുതിരി നിർമ്മാണം, നെറ്റിപ്പട്ട നിർമ്മാണം, ഇമിറ്റേഷൻ ജ്വല്ലറി നിർമ്മാണം എന്നിവയിൽ പരിശീലനങ്ങൾ നടത്തുന്നു. 75% സബ്സിഡിയോടെ നടത്തുന്ന പരിശീലനത്തിന് ഫീസിന്റെ 25% ഗുണഭോക്താവ് വഹിക്കേണ്ടതാണ്. മാർച്ച് ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസമുള്ളവർ ഫെബ്രുവരി 16 3 മുൻപായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റും വ്യാപാരി വ്യവസായി പുതുക്കാട് മണ്ഡലം യൂണിറ്റും സംയുക്തമായി ഞായറാഴ്ച കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ക്യാമ്പ് നടത്തുക. പലചരക്ക് കട, ചായക്കട, പച്ചക്കറി, ബേക്കറി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും ഹെൽത്ത് കാർഡ് എടുക്കേണ്ടതാണ്. ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഹെൽത്ത് കാർഡ് എടുക്കുവാൻ വരുന്നവർ ആധാർ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം.
സ്വർണം ഗ്രാമിന് 14,355 രൂപയും പവന് 1,14,840 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗാലക്സി റിക്രിയേഷൻ ക്ലബ്ബും തൃശൂർ അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടത്തി. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ ആഘോഷത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഉച്ചാൽ ദിനം ബുധനാഴ്ച. കനകമല കലയടം ശ്രീ മഹാദേവ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച കൊടിയേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുന്നു. പവന് 2,120 രൂപ വർദ്ധിച്ച് 1,14,840 രൂപയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.